പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് 177-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 9, ഹോസിയ പ്രവചനം അധ്യായം 11 മുതൽ 14 വരെ, സങ്കീർത്തനങ്ങൾ 109. ഇന്ന് 177-ാമത്തെ ദിവസത്തിലെ വചനവായനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും വായിക്കുമ്പോൾ പലപ്പോഴും വായനയെ മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാത്ത വിധം നമുക്ക് ചില ആശയക്കുഴപ്പങ്ങൾ തോന്നാനിടയുണ്ട്. വായനയിൽ സാരമായി ബാധിക്കാനിടയുള്ള, അതിൻ്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്താനിടയുള്ള ചില ധാരണാ പിശകുകൾ ഈ രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ വായനക്കാർ അനുഭവിക്കാറുണ്ട്. ഒരേ സംഭവങ്ങൾ തന്നെ 2 പുസ്തകങ്ങളിൽ ആവർത്തിക്കപ്പെടും. അത് ഇസ്രായേൽ രാജാവിൻ്റെ ചരിത്രമാണോ യൂദാ രാജാവിൻ്റെ ചരിത്രമാണോ എന്ന് പെട്ടെന്ന് ഒറ്റ വായനയിൽ മനസ്സിലാവാതെ വരും. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പേരുകൾ 2 രാജ്യങ്ങളിലും ഒരുപോലെ പേരുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഒരേ പേരുള്ള രാജാക്കന്മാർ ഒരേ സമയത്ത് ഭരിക്കുന്ന വായനകൾ, ഇത്തരം ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ വചന വായന പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ ഒരു പ്രലോഭനമോ അല്ലെങ്കിൽ ഒരു തടസ്സമോ സൃഷ്ടിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് വചന വായനയിലേക്ക് കടക്കാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു രാജാവിനെക്കുറിച്ച് വായിക്കുമ്പോൾ അത് ഏത് രാജ്യത്തെ രാജാവാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഇസ്രായേൽ രാജാവാണെങ്കിൽ ചിലപ്പോൾ ബൈബിൾ ഇസ്രായേൽ രാജാവിനെക്കുറിച്ച് പറയുന്നത് സമരിയായിലെ രാജാവെന്നോ എഫ്രായിമിലെ രാജാവെന്നോ ഇസ്രായേൽ രാജാവെന്നോ ആയിരിക്കാം. യൂദാ രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ യൂദാ രാജാവെന്നോ ജെറുസലേമിലെ രാജാവെന്നോ ചിലപ്പോൾ പറയാം. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ യൂദാ രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ യൂദാ രാജാവെന്നല്ലാതെ ഇസ്രായേൽ രാജാവ് എന്ന് വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ അങ്ങനെയും സൂചിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പം ഒഴിവാകാൻ ആദ്യം തന്നെ നിങ്ങൾ ഇത് ഏത് രാജാവാണ്, ആഹാബാണെങ്കിൽ ആഹാബ് ഇസ്രായേൽ ഭരിച്ചിരുന്ന രാജാവാണോ യൂദാ ഭരിച്ചിരുന്ന രാജാവാണോ എന്ന് ആദ്യം തന്നെ ഹൃദയത്തിൽ പതിപ്പിക്കണം. 2 വ്യത്യസ്ത നിറങ്ങളിലുള്ള മാർക്കറുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക നിറവും യൂദാ രാജാക്കന്മാർക്ക് മറ്റൊരു നിറവും നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് രാജാക്കന്മാരെ മനസ്സിലാക്കാൻ കുറെ കൂടി അത് എളുപ്പമായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും പേരുകൾ 2 സെപ്പറേറ്റ് ഷീറ്റുകളിലായി എഴുതി സൂക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യതയോടെ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒരല്പം ഹോംവർക്ക് ഈ വചനവായനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വായനയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കാലത്ത് പ്രവാചകന്മാർ ഉദയം ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ഹോസിയ അല്ലെങ്കിൽ ഏശയ്യ. അത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് എന്ന് ആ പുസ്തകത്തിൽ തന്നെ സൂചനയുണ്ട്. അത് രേഖപ്പെടുത്തി വെച്ചിട്ട് അതാത് രാജാക്കന്മാരുടെ പേരിന് നേരെ ഒരു പേപ്പറിൽ പ്രവാചകന്മാരുടെ പേരുകൾ കൂടി എഴുതിയാൽ കുറെ കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്ന ആമുഖമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനവായനയിലേക്ക് കടക്കാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 9. യേഹൂ ഇസ്രായേൽ രാജാവ്. ഏലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ച് അവനോട് പറഞ്ഞു, നീ അരമുറുക്കി ഈ തൈലപാത്രം നിന്റെ കയ്യിലെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ ചെന്ന് നിംഷിയുടെ പുത്രനായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യേഹുവിനെ കണ്ടെത്തുക. അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉള്ളറയിലേക്ക് കൊണ്ടുപോവുക. തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നെ വാതിൽ തുറന്നോടുക, അവിടെ നിൽക്കരുത്. പ്രവാചകഭൃത്യനായ ആ യുവാവ്
റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ ഇതാ സൈന്യാധിപന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സൈന്യാധിപ, എൻ്റെ പക്കൽ അങ്ങേക്കായി ഒരു സന്ദേശമുണ്ട്. യേഹൂ ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ്? അവൻ പറഞ്ഞു, സൈന്യാധിപ, അങ്ങേക്ക് തന്നെ. അയാൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പ്രവേശിച്ചു. അവൻ അയാളുടെ ശിരസിൽ തൈലമൊഴിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി, ഇസ്രായേലിനു വേണ്ടി രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ പ്രഹരിക്കണം. അങ്ങനെ ജസബലിൻ്റെ കരത്താൽ ചുരിയപ്പെട്ട എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും കർത്താവിൻ്റെ എല്ലാ ദാസന്മാരുടെയും രക്തത്തിനും ഞാൻ പ്രതികാരം ചെയ്യും. ആഹാബ് ഭവനമെല്ലാം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിൻ്റേതായി ഇസ്രായേലിലുള്ള സ്വതന്ത്രനോ അടിമയോ ആയ ഓരോ പുരുഷനെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനം ഞാൻ നെബോത്തിൻ്റെ പുത്രൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കിത്തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസ്രയേൽ പ്രദേശത്ത് വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹൂ തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരുവൻ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? അയാൾ അവരോട് പറഞ്ഞു, ആ മനുഷ്യനെയും അവൻ്റെ ജൽപ്പനവും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവർ പറഞ്ഞു, അത് നുണയാണ്, നീ ഞങ്ങളോട് കാര്യം പറയുക. അയാൾ പ്രത്യുത്തരിച്ചു, ഇപ്രകാരമൊക്കെ അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവർ ഓരോരുത്തരും തിടുക്കത്തിൽ തൻ്റെ വസ്ത്രം താഴെ കോവണിപ്പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹൂ രാജാവായിരിക്കുന്നു. യോറാമിനെയും അഹസിയായെയും വധിക്കുന്നു. നിംഷിയുടെ പുത്രനായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യേഹൂ യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. യോറാമും ഇസ്രായേൽ മുഴുവനും റാമോത്ത് ഗിലെയാദിൽ ആരാമിലെ രാജാവായ ഹസായേലിനെതിരെ കാവൽ നിന്നിരുന്നപ്പോൾ ആരാമിലെ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ ആരാംകാർ തന്നിൽ ഏൽപ്പിച്ച പ്രഹാരങ്ങളിൽ നിന്ന് സുഖപ്പെടുന്നതിനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങിവന്നു. യേഹൂ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഹിതമെങ്കിൽ ജസ്രയേലിൽ പോയി വിവരമറിയിക്കുന്നതിന് ആരും നഗരത്തിൽ നിന്ന് ഒളിച്ച് പുറപ്പെടാതിരിക്കട്ടെ. അനന്തരം യേഹൂ തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. കാരണം യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസിയ യോറാമിനെ കാണുന്നതിന് ഇറങ്ങി വന്നിരുന്നു. ജസ്രയേലിൽ ഗോപുരത്തിനു മുകളിൽ വീക്ഷിച്ചുകൊണ്ടിരുന്ന കാവൽക്കാരൻ യേഹുവിൻ്റെ സംഘം വരുന്നത് കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു സംഘത്തെ കാണുന്നു. യോറാം പറഞ്ഞു, ഒരു കുതിരക്കാരനെ തിരഞ്ഞെടുത്ത് അവരെ എതിരേൽക്കാൻ അയച്ച് സമാധാനമാണോ എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു അശ്വസൈനികൻ അവനെ എതിരേൽക്കാൻ പോയി. അവൻ പറഞ്ഞു, രാജാവ് ഇങ്ങനെ ചോദിക്കുന്നു, സമാധാനമോ? യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എൻ്റെ പിന്നാലെ കൂടുക. അപ്പോൾ കാവൽക്കാരൻ ഇങ്ങനെ അറിയിച്ചു, ദൂതൻ അവരുടെ സമീപം വരെ എത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. അവൻ രണ്ടാമതും ഒരു അശ്വസൈനികനെ അയച്ചു. അവൻ അവരുടെ അടുത്തെത്തി പറഞ്ഞു, രാജാവ് ഇങ്ങനെ പറയുന്നു, സമാധാനം. യേഹു മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ കൂടുക. കാവൽക്കാരൻ ഇപ്രകാരം അറിയിച്ചു. അവൻ അവരുടെ അടുത്തുവരെ എത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. ആ രഥം തെളിക്കൽ നിംഷിയുടെ മകനായ യേഹുവിൻ്റെ രഥം തെളിക്കൽ പോലെയാണ്. വിഭ്രാന്തി പൂണ്ടാണല്ലോ അവൻ തെളിക്കുന്നത്. യോറാം പറഞ്ഞു, രഥം പൂട്ടുക. ഒരുവൻ അവൻ്റെ രഥം പൂട്ടി. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസിയായും അവനവൻ്റെ രഥത്തിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ അവകാശ സ്ഥലത്ത് വെച്ച് അവർ അവനെ കണ്ടുമുട്ടി. യേഹുവിനെ കണ്ട മാത്രയിൽ യോറാം ചോദിച്ചു, സമാധാനമോ യേഹു? അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബലിൻ്റെ വിഗ്രഹാരാധനകളും ആഭിചാരങ്ങളും ഇത്രയധികമായിരിക്കെ എന്ത് സമാധാനം? യോറാം തിരിഞ്ഞ് പലായനം ചെയ്തുകൊണ്ട് അഹസിയായോട് പറഞ്ഞു, അഹസിയ, ഇത് ചതിയാണ്. യേഹു ശക്തിയോടെ വില്ല് വലിച്ച് യോറാമിൻ്റെ തോളുകൾക്കിടയിൽ കൊള്ളിച്ചു. അസ്ത്രം അവൻ്റെ ഹൃദയത്തിലൂടെ പുറത്തു വന്നു. അവൻ തൻ്റെ രഥത്തിൽ വീണടിഞ്ഞു. യേഹു തൻ്റെ സേവകൻ ബിദ്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ ഓഹരി വയലിൽ എറിഞ്ഞുകളയുക. കാരണം ഞാനും നീയും ഇരുവശങ്ങളിലായി അവൻ്റെ പിതാവ് ആഹാബിൻ്റെ പിന്നാലെ സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ നടത്തിയ ഈ പ്രഖ്യാപനം നീ ഓർക്കുക. തീർച്ചയായും ഇന്നലെ ഞാൻ നാബോത്തിൻ്റെ രക്തവും അവൻ്റെ പുത്രന്മാരുടെ രക്തവും കണ്ടു. കർത്താവിൻ്റെ അരുളപ്പാട്, ഈ ഓഹരിയിൽ വെച്ച് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. കർത്താവിൻ്റെ അരുളപ്പാട്. ഇപ്പോൾ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി ആ ഓഹരി സ്ഥലത്ത് എറിഞ്ഞുകളയുക. ഇത് കണ്ട് യൂദാ രാജാവായ അഹസിയ ബത്ഹഗാൻ്റെ വഴിയെ പലായനം ചെയ്തു. യേഹു അവനെ പിന്തുടർന്നു. ഇബ്ലെയാമിന് സമീപമുള്ള
ഗൂർ കയറ്റത്തിൽ വെച്ച് തേരിലേക്ക് അവനെയും എയ്യുക എന്ന് പറഞ്ഞു. അവൻ മെഗീദോയിലേക്ക് പലായനം ചെയ്തു, അവിടെ വെച്ച് മരിച്ചു. അവൻ്റെ ഭൃത്യന്മാർ അവനെ ജെറുസലേമിലേക്ക് തേരിൽ കയറ്റിക്കൊണ്ടുവന്ന് അവൻ്റെ കബറിടത്തിൽ അവൻ്റെ പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ അടക്കി. ജസബൽ വധിക്കപ്പെടുന്നു. ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ ഭരണകാലം 11-ാം വർഷത്തിലായിരുന്നു അഹസിയ യൂദായിൽ രാജാവായത്. യേഹു ജസ്രയേലിൽ എത്തിയെന്ന് ജസബൽ കേട്ടു. അവൾ കണ്ണെഴുതി തലമുടി അലങ്കരിച്ച് ജനാലയിലൂടെ താഴേക്ക് നോക്കി. യേഹു കവാടം കടന്നപ്പോൾ അവൾ ചോദിച്ചു, സ്വന്തം യജമാനൻ്റെ ഘാതക സിമ്രി, സമാധാനമോ? അവൻ ജനാലയിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എന്നോടൊപ്പമുള്ളത്? ആരാണ്? 2-3 ഷണ്ടന്മാർ അവൻ്റെ നേർക്ക് താഴേക്ക് നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കിടുക. അവർ അവളെ താഴേക്കിട്ടു. അവളുടെ രക്തത്തിൽ കുറച്ച് ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി വീണു. അവ അവളെ ചവിട്ടി മതിച്ചു. പിന്നെ അവൻ അകത്ത് കിടന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഈ ശപിക്കപ്പെട്ടവളെ ശ്രദ്ധിച്ചാലും ഇവളെ അടക്കം ചെയ്യുക, ഇവൾ രാജപുത്രിയാണല്ലോ. അവർ അവളെ സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോട്ടിയും പാദങ്ങളും കൈപ്പത്തികളുമല്ലാതെ ഒന്നും കണ്ടില്ല. അവർ മടങ്ങിവന്ന് അത് അവനോട് വിവരിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിഷ്ബീനായ ഏലിയായിലൂടെ കർത്താവ് അരുൾ ചെയ്ത വചനം ഇപ്രകാരമാണ്: ജസ്രയേലിൻ്റെ പ്രദേശത്ത് വെച്ച് ജസബലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ഇത് ജസബലാണ് എന്ന് ആരും പറയാത്ത വിധം ജസബലിൻ്റെ ജഡം ജസ്രയേൽ ദേശത്തിൻ്റെ വയൽമുഖത്ത് ചാണകം പോലെ കിടക്കും. ഹോസിയ അധ്യായം 11. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ ഞാൻ വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നുപോയി. അവർ ബാൽ ദേവന്മാർക്ക് ബലിയർപ്പിക്കുകയും വിഗ്രഹങ്ങൾക്ക് ധൂപമർപ്പിക്കുകയും ചെയ്യുന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരുടെ കരങ്ങളിൽ പിടിച്ചു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. മാനുഷിക ബന്ധങ്ങളാൽ, സ്നേഹപാശങ്ങൾ കൊണ്ട് ഞാൻ അവരെ നയിക്കുന്നു. ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകിയെങ്കിലും അവർക്ക് ഞാൻ താടിയെല്ലിന്മേൽ നുകമുറപ്പിക്കുന്നവരെ പോലെയായി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസീറിയ അവരുടെ രാജാവാകും. കാരണം മടങ്ങിവരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങളിൽ ആഞ്ഞുവീശും. അതോടാമ്പലുകൾ തകർക്കും. അവരുടെ പദ്ധതികൾ നിമിത്തം അവരെ അത് വിഴുങ്ങും. എന്നെ പരിത്യജിക്കാൻ എൻ്റെ ജനം ശഠിക്കുന്നു. അവർ ഉന്നതങ്ങളിലേക്ക് അവിടുത്തെ ഒന്നിച്ചു വിളിക്കുമെങ്കിലും അവിടുന്ന് അവരെ ഉയർത്തുകയില്ല. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എങ്ങനെ അദ്മായെപ്പോലെയാക്കും? നിന്നെ ഞാൻ എങ്ങനെ സെബോയീമിനെ പോലെയാക്കി തീർക്കും? എൻ്റെ ഹൃദയം എന്നെ വിലക്കി, ഒപ്പം എൻ്റെ ആർദ്രതയും ഊഷ്മളമായി. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിന്റെ മധ്യേയുള്ള പരിശുദ്ധൻ. ഞാൻ കോപത്തോടെ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെപ്പോലെ ഗർജിക്കും. പടിഞ്ഞാറ് നിന്ന് പുത്രന്മാർ വിറയലോടെ വരേണ്ടതിന് നിശ്ചയമായും അവിടുന്ന് ഗർജിക്കും. ഈജിപ്തിൽ നിന്ന് പക്ഷിയെപ്പോലെയും അസീറിയ ദേശത്ത് നിന്ന് പ്രാവിനെപ്പോലെയും അവർ പരിഭ്രമത്തോടെ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിൽ നിവസിപ്പിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ഹോസിയ പ്രവചനം 12-ാം അധ്യായം. ഇസ്രായേലിൻ്റെ പാപങ്ങൾ. എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദ ഇന്നും ദൈവത്തോടൊത്ത് ചരിക്കുന്നു. അവൻ പരിശുദ്ധനോട് വിശ്വസ്തനാണ്. എഫ്രായിം കാറ്റിനെ മേയിക്കുന്നു. ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവൻ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു. അസീറിയായുമായി അവർ ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ സംവഹിക്കപ്പെടുന്നു. കർത്താവിന് യൂദായ്ക്കെതിരെ ഒരാരോപണമുണ്ട്. യാക്കോബിൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവനെ അവിടുന്ന് ശിക്ഷിക്കും. അവൻ്റെ പ്രവൃത്തികൾക്കൊത്ത് അവിടുന്ന് അവന് പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ചവൻ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബേഥേലിൽ വെച്ച് അവൻ അവിടുത്തെ ദർശിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവനോട് സംസാരിച്ചു. എന്നാൽ കർത്താവ് സൈന്യങ്ങളുടെ ദൈവമാണ്. കർത്താവെന്നാണ് അവിടുത്തെ നാമം. നീ നിന്റെ ദൈവത്തിലേക്ക് തിരിയണം. കരുണയും ന്യായവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എൻ്റെ പ്രയത്നങ്ങളിലൊന്നും പാപകരമായ അകൃത്യം കണ്ടെത്താൻ അവർക്ക് കഴിയുകയില്ല. ഞാൻ ധനവാനായി കഴിഞ്ഞു. ഞാൻ എനിക്കായി ധനം കണ്ടെത്തിയിരിക്കുന്നു എന്ന് എഫ്രായിം പറഞ്ഞു. എന്നാൽ ഈജിപ്ത് ദേശം മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്.
ഉത്സവദിനങ്ങളിലെന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിക്കും. ഞാൻ ദർശനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകും. ഗിലെയാദിൽ അകൃത്യമുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാളകളെ ബലി കഴിച്ചു. അവരുടെ ബലിപീഠങ്ങൾ തന്നെയും വയലിലെ ഉഴവുചാലുകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെയാണ്. യാക്കോബ് ആരാം നാട്ടിലേക്ക് ഒളിച്ചോടി. ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവിടെ ഇസ്രായേൽ ജോലി ചെയ്തു. ഭാര്യയ്ക്ക് വേണ്ടി അവൻ ആടുകളെ കാത്തു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെട്ടു. എഫ്രായിം കഠിനമായ പ്രകോപനമുണ്ടാക്കി. ആകയാൽ അവൻ്റെ രക്തം കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ നിന്ദനങ്ങൾ നാഥൻ അവനിലേക്ക് തന്നെ തിരിച്ചുവിടും. ഹോസിയ അധ്യായം 13. ഇസ്രായേലിൻ്റെ അന്തിമവിധി. എഫ്രായിം വിറയലോടെ സംസാരിച്ചപ്പോൾ അവൻ ഇസ്രായേലിൽ ഉയർത്തപ്പെട്ടു. എന്നാൽ ബാൽ മൂലം അവൻ തെറ്റ് ചെയ്തു. അപ്പോൾ അവൻ മരിച്ചു. അവർ ഇപ്പോൾ കൂടുതൽ പാപം ചെയ്തു. തങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. തങ്ങളുടെ വെള്ളി കൊണ്ടുള്ള സ്വന്തം നൈപുണ്യാനുസൃത ബിംബങ്ങൾ. അവയെല്ലാം ശില്പികളുടെ നിർമ്മിതിയാണ്. മനുഷ്യൻ്റെ ബലികൾ അവയ്ക്കുള്ളവയാണ് എന്നവർ പറയുന്നു. അവർ കാളക്കുട്ടികളെ ചുംബിക്കുന്നു. അതുകൊണ്ടവർ പ്രഭാതമേഘം പോലെയും രാവിലെ മാഞ്ഞുപോകുന്ന മഞ്ഞുപോലെയും മെതിക്കളത്തിൽ നിന്ന് പറത്തപ്പെടുന്ന പതിര് പോലെയും പുകക്കുഴലിൽ നിന്നുള്ള പുക പോലെയും ആയിത്തീരും. ഈജിപ്ത് ദേശം മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനുമില്ല. മരുഭൂമിയിൽ വെച്ച് വരണ്ട ദേശത്ത് വെച്ച് ഞാനാണ് നിന്നെ അറിഞ്ഞത്. ഞാൻ അവരെ മേയിച്ചപ്പോൾ അവർ തൃപ്തരായിരുന്നു. അവർ തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിച്ചു. അതിനാൽ അവർ എന്നെ വിസ്മരിച്ചു. അവർക്ക് ഞാൻ ഒരു സിംഹത്തെപ്പോലെയായി. പുള്ളിപ്പുലിയെപ്പോലെ ഞാൻ വഴിയരികിൽ പതിയിരിക്കും. കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെപ്പോലെ ഞാൻ അവരെ ആക്രമിക്കും. അവരുടെ മാറിടം ഞാൻ വലിച്ചു കീറും. സിംഹത്തെപ്പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും. വന്യമൃഗം അവരെ ചീന്തിക്കളയും. ഇസ്രായേലേ, അത് നിന്നെ നശിപ്പിച്ചിരിക്കുന്നു. കാരണം നിന്റെ സഹായമായി എനിക്ക് നീ എതിരാണ്. നിന്റെ ന്യായാധിപന്മാരും നിന്റെ നഗരങ്ങളിലെല്ലാം നിന്നെ രക്ഷിക്കാനുള്ള നിന്റെ രാജാവും എവിടെ? എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരിക എന്ന് നീ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ കോപത്തിൽ നിനക്ക് ഞാൻ രാജാവിനെ തരുന്നു. എൻ്റെ ക്രോധത്തിൽ ഞാൻ നീക്കം ചെയ്യുന്നു. എഫ്രായിമിൻ്റെ അകൃത്യം സമാഹരിക്കപ്പെട്ടതാണ്. അവൻ്റെ പാപം പിടിക്കപ്പെട്ടതാണ്. അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് വരും. അവനോ അജ്ഞനായ ശിശുവാണ്. എന്തെന്നാൽ അവൻ യഥാസമയം ഗർഭപാത്രമുഖത്ത് ആയിട്ടില്ല. പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വീണ്ടെടുക്കും. മരണമേ, നിന്റെ മഹാമാരികൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? എൻ്റെ ദൃഷ്ടികളിൽ നിന്ന് അനുകമ്പ മറയ്ക്കപ്പെടുന്നു. തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവൻ തഴച്ചു വളർന്നാലും അവൻ്റെ ഉറവ ഉണക്കാനും നീരുറവ വറ്റിക്കാനുമായി കിഴക്കൻ കാറ്റ് വരും. കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ നിന്നുയരും. അത് ഭണ്ഡാരത്തിലെ കമനീയ വസ്തുക്കളെല്ലാം കവർന്നെടുക്കും. ഹോസിയ അധ്യായം 14. സമറിയ കുറ്റക്കാരിയാണ്. കാരണം അവൾ തൻ്റെ ദൈവത്തെ ധിക്കരിച്ചു. അവർ വാളാൽ നിവധിക്കും. അവരുടെ ശിശുക്കൾ ഛിന്ന ഭിന്നമാകും. അവരുടെ ഗർഭിണികൾ പിളർക്കപ്പെടും. അനുതാപവും നവജീവനും. ഇസ്രായേലേ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. കാരണം നിന്റെ അകൃത്യം മൂലമാണ് നീ ഇടറി വീണത്. നിങ്ങളോടൊപ്പം വചനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിലേക്ക് തിരികെ വരുവിൻ. അവിടുത്തോട് പറയുവിൻ, അകൃത്യം പൂർണ്ണമായും അകറ്റണമേ. ഞങ്ങളുടെ അധരഫലം ഞങ്ങൾ അർപ്പിക്കേണ്ടതിന് നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും. അസീറിയ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരസവാരി ചെയ്യുകയില്ല. സ്വന്തം കരവേലയോട് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങളിനി പറയുകയില്ല. അനാഥർ അങ്ങിൽ കാരുണ്യം കണ്ടെത്തും. ഞാൻ അവരുടെ അപഭ്രംശം നേരെയാക്കും. ഞാൻ അവരെ അളവില്ലാതെ സ്നേഹിക്കും. കാരണം എൻ്റെ കോപം അവരിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയാകും. ലില്ലി പോലെ അവൻ പുഷ്പിക്കും. ലെബനോൻ പോലെ വേരുന്നും. അവൻ്റെ ശാഖകൾ നീളട്ടെ. അങ്ങനെ അവൻ്റെ പ്രാഭവം ഒലിവ് പോലെയാകട്ടെ. അവൻ്റെ പരിമളം ലെബനോൻ പോലെയും. അവൻ്റെ തണലിൽ വസിക്കുന്നവർ തിരിച്ചു വരും. അവർ ധാന്യം വിളയിക്കും. മുന്തിരി വള്ളികൾ പോലെ പുഷ്പിക്കും. അവൻ്റെ സ്മരണ ലെബനോനിലെ വീഞ്ഞു പോലെയായിരിക്കും. എഫ്രായിം വിഗ്രഹങ്ങളുമായി ഇനിയും എനിക്കെന്താണുള്ളത്? ഞാനാണ് ഉത്തരമരുളിയത്. ഞാനാണ് അവനെ പരിരക്ഷിക്കുന്നത്. ഞാൻ നിത്യഹരിതമായ സരളമരം പോലെയാണ്. നിന്റെ ഫലം എന്നിൽ നിന്നാണ് കാണപ്പെട്ടത്. ജ്ഞാനി ആരോ അവനിക്കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ. വിവേകി ഇവ അറിയട്ടെ. കാരണം കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. നീതിമാന്മാർ അവയിലൂടെ ചരിക്കും. അധർമ്മികൾ അവയിൽ ഇടറി വീഴും.
സങ്കീർത്തനങ്ങൾ 109. അകാരണമായി കുറ്റമാരോപിക്കപ്പെട്ടവൻ. ഗായക നേതാവിന് ദാവീദിൻ്റേത് കീർത്തനം. എൻ്റെ സ്തുതിപാത്രമായ ദൈവമേ, അങ്ങ് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയുടെ വായും വഞ്ചനയുടെ വായും അവർ എനിക്കെതിരെ തുറന്നിരിക്കുന്നു. അവർ എന്നോട് സംസാരിക്കുന്നത് വ്യാജത്തിൻ്റെ ഭാഷയാണ്. വിദ്വേഷത്തിൻ്റെ വചനങ്ങൾ എന്നെ വളഞ്ഞിരിക്കുന്നു. വെറുതെ അവർ എന്നോട് പൊരുതുന്നു. എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാനാകട്ടെ പ്രാർത്ഥനയിലാണ്. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവർ എൻ്റെ മേൽ ചുമത്തുന്നു. അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ. സാത്താൻ അവൻ്റെ വലത്തുവശത്ത് നിൽക്കട്ടെ. ന്യായവിചാരണയിൽ അവൻ കുറ്റവാളിയായി പുറത്തു വരട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിയതാകട്ടെ. അവൻ്റെ ഉദ്യോഗം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും ഭാര്യ വിധവയുമായിരിക്കട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയിരക്കട്ടെ. സ്വന്തം നഷ്ടശിഷ്ടങ്ങളിൽ അവർ പരതട്ടെ. അവനുള്ളതിനെല്ലാം കടക്കാരൻ കെണിയൊരുക്കട്ടെ. അവൻ്റെ സമ്പാദ്യം അന്യർ കൊള്ളയടിക്കട്ടെ. അവന് കാരുണ്യം നീട്ടിക്കൊടുക്കുന്നവൻ ഉണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ അനാഥർക്ക് ദയാലു ഉണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ പിൻതലമുറ അറ്റുപോകാനിടയാകട്ടെ. പിൻതലമുറയിൽ അവൻ്റെ പേര് മായ്ക്കപ്പെടട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ കുറ്റം കർത്താവിൻ്റെ പക്കൽ ഓർമ്മിക്കപ്പെടട്ടെ. അവൻ്റെ അമ്മയുടെ പാപം മായ്ക്കപ്പെടാതിരിക്കട്ടെ. അവ നിരന്തരം കർത്തൃസമക്ഷമുണ്ടായിരിക്കട്ടെ. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് അവിടുന്ന് വിച്ഛേദിക്കട്ടെ. കരുണ ചെയ്യാൻ അവൻ ഓർക്കാതിരുന്നതുകൊണ്ട് അഗതിയും ദരിദ്രനും ഹൃദയം തകർന്നവനുമായവനെ കൊല്ലാൻ അവൻ പിന്തുടർന്നു. ശാപം അവൻ ഇഷ്ടപ്പെട്ടു, അതവന് ലഭിക്കട്ടെ. അനുഗ്രഹം അവൻ ഇഷ്ടമല്ലായിരുന്നു, അതവനിൽ നിന്ന് അകലട്ടെ. തൻ്റെ പുറങ്കുപ്പായം പോലെ ശാപം അവൻ അണിഞ്ഞു. അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലേക്കും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലേക്കും കടക്കട്ടെ. അതവൻ അണിയുന്ന അങ്കി പോലെയാകട്ടെ. അതവൻ അരപ്പട്ടയോട് നിത്യം ബന്ധിക്കട്ടെ. എൻ്റെ കുറ്റാരോപകർക്കും എൻ്റെ ആത്മാവിനെതിരെ തിന്മ സംസാരിക്കുന്നവർക്കും കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കും. ആകയാൽ എൻ്റെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്നോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ കാരുണ്യം വിശിഷ്ടമായതിനാൽ എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അഗതിയും ദരിദ്രനുമാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയം വ്രണിതമായിരിക്കുന്നു. നീളുന്ന നിഴൽ പോലെ ഞാൻ കടന്നുപോകുന്നു. വെട്ടുക്കിളി പോലെ ഞാൻ കുടഞ്ഞെറിയപ്പെടുന്നു. ഉപവാസം കൊണ്ടെൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു. കൊഴുപ്പില്ലാതെ എൻ്റെ ശരീരം ശോഷിച്ചു. ഞാൻ അവർക്ക് പരിഹാസമായിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തലയാട്ടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഇത് അങ്ങയുടെ കരമാണെന്ന്, അങ്ങാണിത് ചെയ്തതെന്ന് അവർ അറിയട്ടെ. അവർ ശപിച്ചുകൊള്ളട്ടെ, എന്നാൽ അങ്ങ് അനുഗ്രഹിക്കും. അവർ എതിരിട്ട് ലജ്ജിതരാകുമ്പോൾ അങ്ങയുടെ ദാസൻ ആഘോഷിക്കും. എനിക്കെതിരെ ആരോപണമുയർത്തുന്നവർ അപമാനമണിയട്ടെ. തങ്ങളുടെ ലജ്ജ അവർ നിലയെങ്കി പോലെ ഉടുക്കട്ടെ. എൻ്റെ അധരം കൊണ്ട് കർത്താവിന് ഞാൻ ഏറെ കൃതജ്ഞത അർപ്പിക്കും. അനേകരുടെ മധ്യേ ഞാൻ അവിടുത്തെ സ്തുതിക്കും. വിധിക്കുന്നവരിൽ നിന്ന് ദരിദ്രൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ അവൻ്റെ വലതുവശത്ത് നിശ്ചയമായും അവിടുന്ന് നിൽക്കും. പ്രിയമുള്ളവരെ, 177 ദിവസത്തിലേക്ക് വചനവായന ദൈവമായ കർത്താവിൻ്റെ മഹാകരുണയിൽ എത്തി നിൽക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് നാം സ്വീകരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യരാണ് നമ്മുടെ ശത്രുക്കൾ, വ്യവസ്ഥിതിയാണ് നമ്മുടെ ശത്രു, ചില സംവിധാനങ്ങളാണ് നമുക്കെതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങേയറ്റം പിശാചാണ് നമ്മുടെ ശത്രു. മുഴുവൻ ബൈബിളിൻ്റെയും ശരിയായ സാരാംശത്തിലൂടെ ഒരു ഹൃദയം കടന്നുപോയാൽ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു ഇതൊന്നുമല്ല, അത് പാപമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പാപമാണ്. യഥാർത്ഥത്തിൽ നമ്മെ തളർത്തുന്നതും തകർക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും നമ്മളെ നിസ്സഹായതയുടെ അങ്ങേയറ്റത്തേക്ക് വലിച്ചെറിയുന്നതും പാതാളക്കുഴിയിലേക്ക് ആഴ്ത്തുന്നതുമെല്ലാം, നമ്മളെ രോഗിയാക്കുന്നതും അസ്ഥികളെ തകർക്കുന്നതും നമ്മുടെ ജീവനെ വേട്ടയാടുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ പാപമാണ്. പാപം പാപിയെ വേട്ടയാടും. ആഹാബിൻ്റെ മകനായ യോറാമിൻ്റെയും യൂദാ രാജാവായ അഹസിയായുടെയും നാശം, ജസബലിന് സംഭവിക്കുന്ന ദുരന്തം, ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപത്തിന് അനന്തരഫലങ്ങളുണ്ട്, പാപം പാപിയെ വേട്ടയാടും എന്നാണ്. യേഹൂ എന്ന രാജാവ് ആഹാബിൻ്റെ മകനെ കണ്ടുമുട്ടുന്നത്, അഹസിയായെയും യോറാമിനെയും കണ്ടുമുട്ടുന്നത് ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപത്ത് വെച്ചാണ്. അതായത് ഒരു പാപവും കാറ്റിൽ അലിഞ്ഞ് ഇല്ലാതാവുന്നില്ല. ഇവിടെയാണ് കാൽവരിയുടെ നെറുകയിൽ യേശു കുരിശിലർപ്പിച്ച ബലി നമുക്കത്രമേൽ പ്രിയമുള്ളതായി മാറുന്നത്.
നമുക്കത്രമേൽ വിലപ്പെട്ടതായി തീരുന്നത്. എന്തുകൊണ്ടാണത്? പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, ശാപങ്ങൾ, ദുരിതങ്ങൾ, തകർച്ചകൾ, ഇതൊന്നും നമ്മെ വേട്ടയാടാതെ യേശു തൻ്റെ ശരീരത്തിൽ പാപത്തിൻ്റെ ശിക്ഷകൾ ഏറ്റെടുത്തു എന്ന ആ ഭൂമിയിലെ ഏറ്റവും പരമമായ സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ എത്ര വലിയ ആശ്വാസത്തിലേക്കും ആനന്ദത്തിലേക്കും സൗഖ്യത്തിലേക്കുമാണ് ഒരു ജീവിതം പ്രവേശിക്കുന്നത്. ജസബൽ ബൈബിളിലുടനീളം പ്രവാചകന്മാരെ വേട്ടയാടുന്ന അരൂപിയാണ്. യഥാർത്ഥത്തിൽ ഈ പേര് ദൈവ മനുഷ്യരെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ വേട്ടയാടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം സൂചിപ്പിക്കാൻ ഒരു സിംബലായി, ഒരു പ്രതീകമായി ഉപയോഗിക്കപ്പെടുന്ന പേരാണ് ജസബൽ, ജസബൽ സ്പിരിറ്റ്. വെളിപാട് 2:20 അവൾ സഭയെ നശിപ്പിക്കുന്ന ഒരു അരൂപിയാണ്. പ്രവാചകന്മാരെ വേട്ടയാടുന്ന അരൂപി, അത് സ്ത്രീയാവാം, പുരുഷനാവാം, മീഡിയയാവാം, ഒരു കൂട്ടം മനുഷ്യരാവാം, വ്യവസ്ഥിതികളാവാം. ഇതെല്ലാം ജസബൽ അരൂപിയുടെ പ്രതിഫലനങ്ങളാണ്. ജസബലുകളാൽ നിയന്ത്രിക്കപ്പെട്ടു പോവുക എന്നതാണ് ഒരു ദൈവമനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തം. ആഹാബിനെ തൻ്റെ ചരടിൽ നിയന്ത്രിച്ച് നിർത്തിയതുപോലെ ദൈവമനുഷ്യരെ എങ്ങോട്ടും ചലിക്കാനാവാത്ത വിധം പിടിച്ചു കെട്ടിയിടുന്ന ഒരു പൈശാചിക അരൂപിയാണ് ജസബൽ. ഈ ജസബലിൻ്റെ അരൂപി സഭയെ നശിപ്പിക്കാതിരിക്കാൻ ദൈവ മനുഷ്യരെല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവളെ ഉയരത്തിൽ നിന്ന് അവളുടെ സേവകന്മാർ തന്നെ താഴേക്കെറിയുകയും അവരുടെ ശവശരീരം നായ്ക്കൾ ഭക്ഷിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ അരൂപിയുടെ നാശം, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർ എത്തി നിൽക്കുന്ന ദുരന്തത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത്. ഹോസിയ പ്രവചനത്തിലെ വായനയിൽ അവസാനത്തെ 4 അധ്യായങ്ങൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. 11-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി വായിക്കേണ്ടതാണ്. 12-ാം അധ്യായത്തിൽ പണത്തിനു വേണ്ടിയുള്ള, ആ പണമുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനെക്കുറിച്ച്, പണമുണ്ടായപ്പോൾ ദൈവത്തെ മറന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ. സാമ്പത്തിക വിശ്വസ്തത ഒരു ദൈവ പൈതലിൻ്റെ മുഖമുദ്രയാവണം. 13-ാം അധ്യായത്തിൽ ഒരു കാലത്ത് മറ്റ് ജനതകൾക്കിടയിൽ ഇസ്രായേലിനുണ്ടായിരുന്ന ആധികാരികതയും മറ്റ് ജനതകളിൽ ഭയമുളവാക്കിയിരുന്ന അവസ്ഥയും ഇസ്രായേലിൻ്റെ വിശ്വാസ്യതയുമെല്ലാം പാപം നഷ്ടപ്പെടുത്തി എന്ന കുറ്റാരോപണം. 14-ാം അധ്യായത്തിൽ മടങ്ങിവരാൻ ഉള്ള ആഹ്വാനം, മടങ്ങിവന്ന് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ആഹ്വാനം. 14-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം 7ഉം വാക്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തെ പുനഃസ്ഥാപിക്കുന്ന, റിസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചനകളുമാണ്. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സാമാന്യ ദീർഘമായ വായനകളിലൂടെ ഞങ്ങളിന്ന് കടന്നുപോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പുലർത്തേണ്ട ജാഗ്രത, പാപത്തെ ഒഴിവാക്കാൻ, അത് വലിയ പാപമാകട്ടെ ചെറിയ പാപമാകട്ടെ, പാപമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവെന്നും ഞങ്ങളെ നശിപ്പിക്കുന്നത് പുറത്തുള്ളവരല്ല, ഞങ്ങളുടെ അകത്തുള്ള പാപമാണെന്നും തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഒഴിവാക്കാൻ യേശുവിലേക്ക് തിരിയാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മടങ്ങി വരാനായി അങ്ങ് ഹോസിയായെ പോലെയുള്ള പ്രവാചകന്മാരിലൂടെ, മനുഷ്യരിലൂടെ, സ്നേഹിക്കുന്നവരിലൂടെ, സാഹചര്യങ്ങളിലൂടെ എല്ലാം ഞങ്ങളെ വിളിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഇസ്രായേലിനെ പോലെ അതിന് കാതു കൊടുക്കാതെ ഞങ്ങൾ അസീറിയൻ അടിമത്തത്തിലേക്കും പിന്നീട് തിരോധാനത്തിലേക്കും കടന്നു പോകാത്ത വിധം അങ്ങയിലേക്ക് തിരിയാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചന വായനാ പദ്ധതി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങളൊരു സുവിശേഷ വേലയിൽ പങ്കാളിയാവുകയാണ്. നിങ്ങളുടെ ദൈവാനുഭവങ്ങൾ അനേകരോട് പങ്കുവച്ച് വചനവായനാ പദ്ധതിയെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ കർത്താവിൽ ആശ്രയിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.